ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് അമൃത നായർ. വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് ഇതുവരെയും അമൃത നായർ അവതരിപ്പിച്ചതും. ടോം ആൻഡ് ജെയ്സണുമായി അഭിനയിച്ചു വരികയാണ് താരം. ഇപ്പോൾ യൂട്യൂബ് ചാനലുമായി സജീവ വിശേഷങ്ങളും താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട്. അമൃതയുടെ അമ്മയും അഭിനയ മേഖലയിൽ സജീവം തന്നെയാണ്. നീണ്ടകാലം കാത്തിരിപ്പിനൊടുവിലാണ് വീട് എന്ന ആഗ്രഹം സഫലീകരിച്ചത് ഇരുവരും. ഇതുവരെയുള്ള സാമ്പത്തികം കൂട്ടിവെച്ചാണ് വീട് പണി നടത്തിയത്. 35 ലക്ഷമായിരുന്നു ബഡ്ജറ്റെങ്കിലും എല്ലാം തീർന്നപ്പോൾ അതിലും കൂടുതലായിരുന്നു. ഗൃഹപ്രവേശന ചടങ്ങിൽ പ്രിയപ്പെട്ടവരെല്ലാം പങ്കെടുത്തു. അതുകഴിഞ്ഞായിരുന്നു അമൃത കൂട്ടുകാരൊപ്പമായി തായ്ലാൻഡിലേക്ക് ട്രിപ്പും പോയത്. ജീവിതത്തിൽ ആദ്യമായി ഫ്ലൈറ്റിൽ കയറിയതും ഇന്റർനാഷണൽ ട്രിപ്പിലെ വിശേഷങ്ങളുമെല്ലാം വ്ളോഗിലൂടെ അമൃത നായർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ വിവാഹത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ള അമൃത നായരുടെ വീഡിയോ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത്. കൂട്ടുകാരി ജോഷിനിയുടെ വിവാഹത്തെപ്പറ്റിയായിരുന്നു അമൃത തന്റെ വിവാഹത്തെക്കുറിച്ചും സംസാരിച്ചത്. കൂട്ടുകാരി ആഗ്രഹിച്ച പോലെ എല്ലാം നടക്കുന്നതിൽ സന്തോഷം തന്നെയാണ്. അഫ്രയുടെ അവൾ പറഞ്ഞപ്പോൾ മാർച്ച് 15 എൻഗേജ്മെന്റ് ആണെന്ന് വെറുതെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. കൃത്യം 1 വർഷത്തെ കല്യാണവും. നീ എന്താണ് കല്യാണം കഴിക്കാത്തത് എന്നെല്ലാം തന്നെ ഇവൾ ചോദിക്കാറുണ്ട്. സീരിയൽ മേഖലയുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ആളാണ് താൻ വിവാഹം ചെയ്യാൻ പോകുന്നത് എന്നാണ് അമൃത നായരും പറഞ്ഞത്. സിനിമയിലൊന്നും ബന്ധമില്ല, സീരിയൽ മേഖലയിൽ നിന്നുള്ള ആളായിരിക്കണം എന്നെല്ലാം തന്നെ വെറുതെയുമാണ്. പുതിയ വീട്ടിൽ അങ്ങനെയധികം സമയം ചെലവഴിക്കാൻ പറ്റിയിട്ടില്ല. ആ ദിവസം നല്ല ടെൻഷനായിരുന്നു. ഗൃഹപ്രവേശന ചടങ്ങുകളിലേക്ക് വിളിച്ചുവരെല്ലാം തന്നെ നന്നായി ട്രീറ്റ് ചെയ്യാൻ പറ്റിയോ, എല്ലാവർക്കും എല്ലാം ഇഷ്ടമാണോ എന്നെല്ലാമായിരുന്നു ടെൻഷൻ. ഈ വർഷം കല്യാണം വേണമെന്നൊക്കെയാണ് കരുതുന്നത് എന്നും അമൃത നായർ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള സൂചനകളെല്ലാം തന്നെ നേരത്തെ താരം നൽകിയിട്ടുണ്ടായിരുന്നു. അവളുടെ പെരുമാറ്റവുമെല്ലാം തന്നെ മനസ്സിലാക്കുന്ന തരത്തിലുമാണ്. അങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാണ് അമ്മ പറയുന്നത്. മകളെ ഓർത്ത് എന്നും അഭിമാനം തോന്നാറുണ്ട്. ശാസിക്കേണ്ട കാര്യങ്ങളിൽ അത് ചെയ്യാറുണ്ട് എന്നും അവർ തുറന്നു പറഞ്ഞു. യെസിൻ ഗോൾഡുമായി ജോലി ചെയ്തു വരികയായിരുന്നു നേരത്തെ. ആ സമയത്തായിരുന്നു അഭിനയ മേഖലയോട് താല്പര്യം തോന്നിയത്. അവസരം ലഭിക്കാനായി അക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു. എടുത്തു പറയാനോ മാത്രമുള്ള ബന്ധങ്ങളൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. കുടുംബവിളക്കിൽ ശീതൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടായിരുന്നു അമൃതയുടെ ആളുകളിൽ നിന്നും അറിഞ്ഞു തുടങ്ങിയത്. ഇടയ്ക്ക് വെച്ച് പരമ്പരയിൽ നിന്നും മാറി നിന്നിട്ടുണ്ടായിരുന്നു. സെലിബ്രിറ്റികളെല്ലാം അണിനിരുന്ന സ്റ്റാർ മാജിക്കിലും ഇടയ്ക്ക് അമൃത എത്തിയിരുന്നു. പരസ്യങ്ങളും കൊളാബും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓൺലൈൻ ബിസിനസ്സും തുടങ്ങിയിരുന്നു. ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. കിട്ടുന്ന കാശെല്ലാം സ്വരുക്കൂട്ടി വെച്ചാണ് വീട് എന്ന ആഗ്രഹം സഫലീകരിച്ചത്. ഭാവിയിലേക്കായി ഇടയ്ക്ക് കുറച്ച് സ്വർണവും വാങ്ങിയിരുന്നു. ചിട്ടിയൊക്കെ പിന്നീട് സമയമെടുത്ത് സ്വർണം വാങ്ങിച്ചു ചെയ്തതാണ്. അമ്മയ്ക്കൊപ്പമായി ജ്വല്ലറിയിൽ പോയ വിശേഷങ്ങളെല്ലാം വ്ളോഗിലൂടെ താരം തുറന്നു പറയുകയാണ്. എന്നിരുന്നാലും അമൃത നായരുടെ വിവാഹത്തിന് വേണ്ടി മലയാളികൾ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അമൃത നായർ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷം എത്രയും വേണ്ടം അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.